അപ്പോൾ ഞാൻ മോണിറ്റേഷൻ റീസെന്റ് കണ്ടന്റ് പ്രോബ്ലത്തിൽ നിന്നും എങ്ങനെ രക്ഷപ്പെട്ടു, എങ്ങനെ അപ്പീൽ കൊടുത്തു, എങ്ങനെ ഞാൻ എൻ്റെ മോണിറ്റേഷൻ തിരിച്ചെടുത്തു. ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തുകൊണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും എന്ത് പറയുന്നു, സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ മോണിറ്റേഷൻ കട്ടായി റീസെന്റ് കണ്ടന്റ് പ്രോബ്ലംസ് എങ്ങനെ അനുഭവപ്പെട്ടു, മറ്റുള്ളവരുടെ വീഡിയോസ് എടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞ നോമ്പിന്. അത് നോമ്പിന് എടുത്തതും അത് നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് എൻ്റെ മോണിറ്റേഷൻ അങ്ങോട്ട് കംപ്ലീറ്റ് ആകുന്ന ടൈമിൽ അതങ്ങോട്ട് കട്ടായി. കംപ്ലീറ്റ് ആകുന്ന ടൈമിൽ നമുക്ക് 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആകും, അല്ലെങ്കിൽ ഷോർട്സിൽ അല്ലെങ്കിൽ ലോങ് വീഡിയോയിൽ കംപ്ലീറ്റ്. അപ്പം എനിക്ക് ഷോർട്സിലാണ് പെട്ടെന്ന് 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആയത് ആണ്. നേരത്തെ ഞാൻ എല്ലാ അപ്ലൈ കൊടുക്കുന്ന നേരത്തെ എനിക്ക് റീസെന്റ് കണ്ട പ്രോബ്ലം വന്ന് എൻ്റെ മോണി അങ്ങോട്ട് കട്ടായി. മോണി കട്ടായതും ഞാൻ ഇതെന്ത് ചെയ്യും, ഏത് ചെയ്യും, ടെൻഷനോട് ടെൻഷൻ. വീണ്ടും എനിക്ക് അപ്പീൽ വന്നു, അപ്പീലിൻ്റെ ഓപ്ഷൻ വന്നത് ഞാൻ ആകെ ടെൻഷനായി. ഇതെന്താ ഈ അപ്പീലെന്നൊന്നും അറിയാതെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ഇക്കാൻ്റെ വീഡിയോസ് കണ്ട്, അപ്പീലിൻ്റെ ഒരു വീഡിയോസും കണ്ട് അത് ഞാൻ എഴുതിയെടുത്ത് അതുമാതിരി ഞാൻ എഴുതിയെടുത്ത് അതേമാതിരിക്ക് വീഡിയോ തയ്യാറാക്കി. അപ്പം ആ ഒരു വീഡിയോ 3 മിനിറ്റിന് താഴെ ആയതുകൊണ്ട് പേസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല വിചാരിച്ചു. അങ്ങനെ ആ അപ്പീൽ കട്ടായി. ഫസ്റ്റത്തെ അപ്പീൽ ടൈം പോയതും കട്ടായി. രണ്ടാമത്തെ സെറ്റാക്കി ഈ ഒരു വീഡിയോ തിരഞ്ഞെടുത്ത് സെറ്റാക്കി ഇംഗ്ലീഷിൽ സംസാരിക്കണ പോലെ എഴുതി പിടിച്ച് ഇത് സെറ്റാക്കി വന്നപ്പോഴേക്കും അതിൻ്റെ ടൈം അങ്ങോട്ട് കഴിഞ്ഞു. പിന്നെ രണ്ടാമത് അപ്പീൽ ഓപ്ഷൻ വന്നപ്പോൾ അത് പേസ്റ്റ് ചെയ്യാൻ സാധിക്കാതെ വന്നു. അങ്ങനെ പേസ്റ്റ് ചെയ്യാൻ സാധിക്കാത്ത എന്തുകൊണ്ടാണെന്ന് ഒരു അറിവുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആരും ഒരു പേടിയും വേണ്ട. അറിവ് നമുക്ക് നമ്മളെ യൂട്യൂബിൽ തന്നെ അറിവുണ്ട് കേട്ടോ. മറ്റുള്ളവരോട് ഫോൺ കടയിൽ പോയി ചോദിച്ചു നോക്കിയാൽ, എനിക്ക് ഫോൺ കടയിൽ ചോദിച്ചു നോക്കിയാൽ എൻ്റെ അറിവും കൂടി ഫോൺ കടയിൽ നിന്ന് അവർ പറഞ്ഞു തന്നിട്ടില്ല കേട്ടോ. അവർക്ക് യൂട്യൂബിനെ കുറിച്ച് ഒന്നും അറിയില്ല. അവർ ഇതിൻ്റെ പാസ്വേഡൊക്കെ മാറ്റിത്തരാം, അങ്ങനത്തെ ഐറ്റംസ് മാറ്റിത്തരാമെന്ന് മാത്രം പറഞ്ഞു. അങ്ങനെ ഞാൻ നേരെ വീട്ടിൽ വന്ന് ഞാൻ ഒരു ഇക്കാൻ്റെ വീഡിയോസില്ലേ അത് വീണ്ടും ഞാൻ 3 മിനിറ്റിൻ്റെ മേലാക്കിയിട്ട് വീഡിയോസ് എടുത്തു. അപ്പീൽ വീഡിയോ അത് ഇംഗ്ലീഷിൽ എഴുതിങ്ങാണ്ട് ഇംഗ്ലീഷിൽ വോയിസ് ഞാൻ കൊടുത്തു. നേരെ എൻ്റെ ഫേസും വെച്ച്, നമുക്ക് അറിവില്ല, ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ഇതിൽ എഴുതിങ്ങാണ്ട് കട്ട് ചെയ്ത് എഴുതിങ്ങാണ്ട് താഴെ അത് ആ ഇംഗ്ലീഷ് വേർഡ്സും എഴുതിങ്ങാണ്ട് ഒരു വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്ത് നമ്മളെ പ്രശ്നം എന്താണോ അത് നമ്മൾ എന്ത് കുക്കിംഗ് വീഡിയോ ആണോ ആ വീഡിയോ ഒക്കെ സൈഡിൽ കൊടുത്തുങ്ങാണ്ട് അത് ആ ഇക്കാൻ്റെ ഒരു വീഡിയോസിലുണ്ട്. അപ്പീൽ വീഡിയോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എൻ്റെ അടുത്തുണ്ട് എൻ്റെ അപ്പീൽ വീഡിയോ ലിസ്റ്റിൽ ഇന്നും അത് കിടപ്പുണ്ട്. അപ്പോൾ അതേമാതിരി ഞാൻ ചെയ്തു. ഞാൻ കുക്കിംഗ് വീഡിയോ ചെയ്യണ വേറൊരു ഇക്കാൻ്റെ ഫോൺ വെച്ച് എൻ്റെ ഫോൺ വെച്ചിട്ട് കുക്കിംഗ് വീഡിയോ ഇങ്ങനെയാണ് ചെയ്യണമെന്നില്ല ഓപ്ഷൻ സൈഡിൽ കൊടുത്ത് അത് കംപ്ലീറ്റ് ആക്കി പേസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ പേസ്റ്റ് ആവുന്നില്ല കേട്ടോ. അപ്പം ഞാൻ ഒരു ഇക്കാനോട് ഫോൺ വിളിച്ച് ഈ മോണിയൊക്കെ ശരിയാക്കണ ഒരു ഇക്കാനോട് ഫോൺ വിളിച്ചിട്ട് വാട്സപ്പിൽ കൂടി കുറേ മെസ്സേജ് അയച്ചു, ഒന്ന് ശരിയാക്കി തരും, ഈ അപ്പീൽ വീഡിയോ ഒന്ന് ശരിയാക്കി തരും. ആരും ഒന്നും ഒരു കതവ് തട്ടിയാലും നമുക്ക് കതവ് തുറക്കൂല കേട്ടോ. വലിയ യൂട്യൂബേഴ്സുകൾ ഇത് ഈ മോണി ശരിയാക്കി കൊടുക്കുന്ന ആൾക്കാരെ ഒത്തിരി പേരെ ഞാൻ കതവ് തട്ടിയിട്ടുണ്ടായാലും ഒരാൾ തന്നെ റിപ്ലൈ ചാനലുണ്ടോ എന്നൊരു ചോദ്യം ഉണ്ടായിട്ടോ. അങ്ങനെ എനിക്ക് ആകെപ്പാട് പേടിയായിട്ടോ. അങ്ങനെ ഞാൻ പേസ്റ്റിംഗ് വീഡിയോ അടിച്ചു കൊടുത്തു. പേസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തത് എന്തുകൊണ്ടെന്ന് മലയാളത്തിൽ ഞാൻ യൂട്യൂബിൽ കയറി അടിച്ചപ്പോൾ എനിക്ക് അതിൽ ഹിന്ദിയിൽ പേസ്റ്റ് ചെയ്യണത് എങ്ങനെയെന്ന് കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഞാൻ അതേമാതിരി പേസ്റ്റ് ചെയ്ത് വെച്ചോ. അവർ ചെയ്യുന്ന അതേ നമ്മൾ കുട്ടികൾ കിഡ്സുകൾ കാണാത്ത ഓപ്ഷനിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും വൈറ്റ് സ്റ്റുഡിയോ പോയിട്ട് ആ ഒരു വീഡിയോസ് എടുത്തിട്ട് കിഡ്സിൻ്റെ ഓപ്ഷനിൽ നോക്കി പിടിച്ചു. പിന്നെ അത് അതിനെ കോപ്പി ചെയ്ത് ആ ഒരു കോപ്പിനെ എടുത്തുങ്ങാണ്ട് പോയിട്ട് ഞാൻ എവിടെ കൊടുത്തു എന്നറിയാമോ? നമ്മളെ അപ്പീൽ വീഡിയോൻ്റെ പേസ്റ്റിന് സ്ഥലമുണ്ട് കേട്ടോ. വൈറ്റ് സ്റ്റുഡിയോയിൽ ഇറാനിൻ്റെ അവിടെ പോയി കൊടുത്തപ്പോൾ അത് പേസ്റ്റായി. അങ്ങനെ പേസ്റ്റ് ആയതും 7 ദിവസം, അതിൽ 14 ദിവസം കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ റിപ്ലൈ കിട്ടുന്ന 14 ദിവസമാണ്. അത് ഒന്നുമില്ലെങ്കിൽ നമ്മളെ ഇമെയിലിൽ വരും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ഈ ഒരു ഓപ്ഷനിൽ
ഇറാനിൽ തന്നെ വൈറ്റ് സ്റ്റുഡിയോയിൽ വരും പറഞ്ഞ് ആ ഒരു ഓപ്ഷൻ വന്നു. 7 ദിവസം ഞാൻ എൻ്റെ റബ്ബിനെയും റസൂലിനെയും വിളിച്ച് കുത്തിയിരുന്നു. മാഷാ അല്ലാഹ് എല്ലാവർക്കും അങ്ങനെ കിട്ടാറില്ല കേട്ടോ മോണിറ്റേഷൻ. പക്ഷെ എനിക്ക് എൻ്റെ ദൈവം അനുഗ്രഹിച്ച് എനിക്ക് എൻ്റെ മോണിറ്റേഷൻ എനിക്ക് കിട്ടി. ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്. കാരണം നമ്മൾ ആരും തളരരുത്. ഞാൻ തളർന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കരഞ്ഞിട്ടുണ്ട്, നിസ്കാരപ്പയിൽ കരഞ്ഞിട്ടുണ്ട്. കാരണം നമ്മളൊരു കോമാളി വേഷം കെട്ടി ഇറങ്ങിയിട്ട് ആ കോമാളിൻ്റെ വേഷത്തിൽ നിന്നും പകുതിയിൽ നമ്മൾ അങ്ങോട്ട് പിന്മാറി പോയി നമ്മൾ എല്ലാം ഇതായി കഴിഞ്ഞാൽ ഒരു സങ്കടം തന്നെയല്ലേ. ആ ഒരു സങ്കടത്തിൽ നിന്ന് എനിക്ക് മോന് കിട്ടി. അൽഹംദുലില്ലാ മാഷാ അല്ലാഹ്. അപ്പോൾ ചെറിയ യൂട്യൂബേഴ്സുകളോട് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ, നിങ്ങൾ വലിയ യൂട്യൂബേഴ്സുകൾ കാല് പിടിച്ചാലും അവർ ഇപ്പോൾ കാശ് തരാം ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് കാശ് തരാ, നിങ്ങൾ വർക്കിനില്ല കാശ് തരാ, അപ്പീൽ വീഡിയോ ഒന്ന് സെറ്റ് ആക്കിയിട്ട് ഇതിലൊക്കെ ഒന്ന് പിൻ ചെയ്തിട്ട് മോണി ഒന്ന് ശരിയാക്കി തരുന്നു. ആരും കഥ തട്ടിയിട്ട് ഒരേ ഇക്കാനെ ഞാൻ 100 വട്ടം വാട്സപ്പിൽ വിട്ടിട്ടുണ്ട്. അത് ഇങ്ങനെ യൂട്യൂബിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി തരുന്നൊരിക്കുകയാണ്. അതിൻ്റെ ഒരു വീഡിയോസിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഞാൻ അപ്പീൽ വീഡിയോ എടുത്തിട്ട് അതുപോലെ ഞാൻ എഴുതി ഉണ്ടാക്കിയിട്ട് അപ്പീൽ വീഡിയോ ഞാൻ ഉണ്ടാക്കിയെടുത്ത് പേസ്റ്റ് ചെയ്തത്. പേസ്റ്റ് ചെയ്യാനും ഒരിക്കലും ഒരാളെ കൊണ്ട് സാധിക്കില്ല കേട്ടോ. ആർക്കും പേസ്റ്റ് ചെയ്ത് അങ്ങോട്ട് സാധിക്കാത്തത് അതുകൊണ്ടാണ്. അങ്ങനെ ആ ഒരു പേസ്റ്റിംഗ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ ഞാൻ അടുത്ത ലോങ് വീഡിയോയിൽ ഞാൻ ഇൻഷാല്ലാ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ യൂട്യൂബേഴ്സിന് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു സൈഡിലായിട്ട് അങ്ങനെ കൊടുത്തിട്ട് ചെയ്യാം കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെയാണ്. ആരും വിഷമിക്കേണ്ട, ആർക്കും റീസെന്റ് കണ്ടന്റ് വരാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. വന്നു കഴിഞ്ഞാൽ നമ്മളെ പോയി എല്ലാം പോയി. സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോസും കാര്യങ്ങളും തുടങ്ങുമ്പോൾ ആർക്കും 1000 സബും ഇല്ലാത്ത കുട്ടികളടക്കം മോണിറ്റേഷനായി കാശ് വാങ്ങാനില്ല റീൽസും കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി. ഞാൻ മാത്രം എവിടെയും എത്തിപ്പെടാതെ ഇവിടെ എത്തിയല്ലോ എന്നൊരു സങ്കടം. അത് ഒരു സങ്കടം എന്ന് പറഞ്ഞാൽ ഒരു നെഞ്ചിലൊരു വല്ലാത്തൊരു സങ്കടമായിരിക്കും കേട്ടോ. ആ സങ്കടത്തിൽ നിന്നും പതറാതെ നമുക്ക് എന്തും നമ്മൾ ഇതിലോട്ട് ഇറങ്ങിയതല്ലേ, അപ്പൊ എന്തും നേടിയെടുക്കാന്നുള്ളൊരു കരുത്തോടെ അങ്ങോട്ട് മുന്നോട്ട് പോയി. അങ്ങനെ ഞാൻ എൻ്റെ ലക്ഷ്യസ്ഥാനായ മോണിറ്റേഷൻ കയ്യിലെടുത്തു. ഇൻഷാ അല്ലാഹ് ഇനി മുന്നോട്ടുള്ള വഴിയിലും റീസെന്റ് കണ്ടന്റ് പ്രോബ്ലംസോ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. നമുക്ക് ഇതിൻ്റെ ഒരു പോളിസിനെ കുറിച്ചിട്ട് ശരിക്കായിട്ടുള്ള അറിവ് ചെറിയ യൂട്യൂബേഴ്സുകൾക്ക് ഇല്ല. സത്യം പറഞ്ഞാൽ ഇല്ല കേട്ടോ. ആർക്കും എനിക്കടക്കമില്ല. ഇതിൻ്റെ പോളിസി എന്താണെന്ന് പോലും അറിയാതെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ എന്നെ പോലെ എത്രയോ പേരുണ്ട്. അവരോട് പറയണം നിങ്ങൾക്ക് ഒരു വിഷമം വേണ്ട. നമ്മളെ യൂട്യൂബ് നമ്മൾ എത്ര കഷ്ടപ്പെടുന്നുണ്ടോ ആ കഷ്ടത അവർക്ക് മനസ്സിലാക്കി അതിൽ മുന്നോട്ട് നമ്മൾ അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണേയും ഓലൊക്കെ ശരിക്കും അത് വാച്ച് ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ കഷ്ടപ്പാടും നമ്മൾ എഡിറ്റിങ്ങും എല്ലാതും. അപ്പം എല്ലാവരും ഒന്ന് ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കുക. സംഭവം മോണിറ്റേഷൻ എന്ന് പറയുന്ന ഒരു ഐറ്റംസ് ഇല്ലാതെ വെറും വീഡിയോസായിട്ട് മുന്നോട്ട് പോകാൻ ആരും തയ്യാറാവില്ല. സത്യം പറഞ്ഞാൽ അതല്ലേ, എന്തെങ്കിലും ഒരു കാര്യം നേടാതെ വെറുതെ ഇങ്ങനെ വീഡിയോസ് കിട്ടൂലല്ലോ. അപ്പം അതുകൊണ്ട് പറയാണ് ചെറിയ യൂട്യൂബേഴ്സുകളോട്ട് ഒന്നും വിഷമിക്കണ്ട കേട്ടോ. ഇൻഷാ അല്ലാഹ് റീസെന്റ് കണ്ടന്റ് വന്നിട്ടുണ്ടെങ്കിലും അതിനൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മോനി ആവട്ടെ. എൻ്റെ വീഡിയോസ് ചെറുതായി യൂട്യൂബേഴ്സിനുള്ളൊരു ഇതാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ റീസെന്റ് കണ്ടന്റ് വരാതിരിക്കാൻ ശ്രമിക്കുക. വന്നവരാണെങ്കിൽ ഇങ്ങനെ ഒരു അപ്പീൽ കൊടുത്തു കഴിഞ്ഞ് നിങ്ങൾ എങ്ങനെയാണ് എഡിറ്റിംഗ് ചെയ്യണമെന്നുള്ള രൂപമാറ്റം കാണിച്ചു കൊടുത്ത് സൈഡിലിട്ട് കൊടുത്ത് അപ്പീൽ വീഡിയോ തയ്യാറാക്കി പേസ്റ്റ് ചെയ്യേണ്ട ഓപ്ഷനും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്താൽ മതി. അപ്പം ഇത്രയ്ക്കുള്ളൂ കേട്ടോ. അപ്പം ഇത്രയ്ക്കുള്ള എൻ്റെ വീഡിയോസ് കണ്ട എല്ലാവർക്കും ഉപകാരപ്രദമായൊരു വീഡിയോസാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇതിനെക്കുറിച്ചിട്ടുള്ള എന്തെങ്കിലും അറിവ്, ആരെങ്കിലും റീസെൻറ്റ് പ്രോബ്ലത്തിൽ നിന്നുള്ള അറിവാണ്, എന്നിലുള്ള അറിവ്, എനിക്ക് വന്ന അറിവ് പറഞ്ഞു തരാൻ ഞാൻ തയ്യാറാണ് കേട്ടോ. കമൻറ്റ് ബോക്സിൽ കൂടെ ചോദിച്ചാൽ മതി. അപ്പം അത്രയ്ക്കുള്ള വീഡിയോസ് കണ്ടില്ല സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്ത് വളരെയധികം സന്തോഷം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.